ഹലോ ഗോയ്സ്, നമ്മൾ ഇറിഫും മില്ലിയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാ ID കാർഡൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. കൊടുക്കണം, തിരിച്ചു കൊടുക്കണം വൈകുന്നേരം. ID കാർഡ് എന്നാ ബോയ്സ്, തെറ്റിപ്പോയി ഗോയ്സ്. ID കാർഡ് നമുക്ക് തിരിച്ചു കൊടുക്കണ്ട. നമ്മളിവിടെ 2 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം നമ്മൾ 1 മാസത്തേക്ക് വന്നിരുന്നു. ഇതിപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആവാനുള്ള വിരഹ സങ്കടത്തിലാണ്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഉല്ലസിക്കുന്നു. വീണ്ടും ഇർഫം ക്യാമ്പസ് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് മെസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അതാ ഞങ്ങൾ മെസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ മെനു ആണ്. മിക്സ് വെജ്, ചോല, ദാൽ ഫ്രൈ, സാമ്പാർ, പ്ലെയിൻ റൈസ്, എല്ലാ പരിപാടിയും ഉണ്ട്. ഇത് നമ്മുടെ മെസ് കോർഡിനേറ്ററാണ്. 1.5 മാസം നമ്മുടെ ഭക്ഷണം തന്ന ആളാണ്. ഒരു മെമ്മറി ആയിട്ട് നമുക്ക് ഇതെല്ലാം സൂക്ഷിക്കാം. സലാഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സലാഡ്, അതിനുള്ളിൽ ചപ്പാത്തി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചപ്പാത്തി തന്നെ? അതെ, ചപ്പാത്തി തന്നെ. കറി, കടലക്കറി, സാമ്പാർ. ഒരു ഹായ് പറഞ്ഞ ബ്രോ. യെസ്, നമ്മുടെ വിഭവസമൃദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലസ്സി എന്ന് പറയപ്പെടുക, അച്ചാറ്, ഉപ്പ്, പഞ്ചസാര, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, മുന്തിരി. അതാ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളുടെ കൊളീഗ്സിൻ്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കിക്കി 2 വാക്ക് സംസാരിക്കണം പ്ലീസ്. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ID കാർഡ് ഞാൻ രേഖാപൂർവ്വം തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റേൺ റെയിൽവേയുടെ ഈസ്റ്റേൺ റെയിൽവേ സുന്ദരി റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബീഹാർ. ഇത് കോബ്രയിലെ സുന്ദരി, കോർമയിലെ മലയാളത്തിലെ ഇന്ത്യൻ റെയിൽവേസിന്റെ മുഖമാണ് സന്തൂർ മമ്മി എന്ന് അറിയപ്പെടുന്നത്. ഞാനിങ്ങനെ ഉണ്ടോ ഗൈസ്? ഇതാണ് ഭുവനേശ്വരിൽ നിന്നും വന്ന ആരതിമാൻ. ഇതാണ് ആരതിനോട് മണിക്കുട്ടി ഹായ് പറ. ഹായ് പറ. എന്താ കഴിക്കുന്നേ? മാവ കഴിക്കണോ? ഇതെന്താ അയ്യോ, ഇതെന്തൊരു അണ്ണാൻ അടിച്ചിരുന്നെന്തോ മുന്തിരി കഴിക്കുന്നു. ഫൗണ്ടേഷനിൽ കരഞ്ഞിരുന്നു, ഇത്തവണ ഇൻജക്ഷൻ കഴിയുമ്പോൾ കരയുന്നു. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഡോക്ടർ ആര്യശ്രീ. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഫാമിലി ഇവിടെ എത്തിയതിനു ശേഷം 4 ദിവസമാണ് ഇദ്ദേഹം ഇവിടെ കറങ്ങാൻ, ക്ലാസ്സിൽ കയറാതെ കറങ്ങാൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വീഡിയോയിൽ വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക. ഇതെല്ലാം വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ബാച്ചിലേഴ്സിന്റെ റൂം, B109 to 112. ഇതുപോലത്തെ കുറേ ലോബീസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു ലോബിനകത്ത് 4 റൂമുണ്ട്, B109, 110 അങ്ങനെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ റൂം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. റൂം കാണിക്കും. അപ്പോൾ ഇതാണ് അടിപൊളി റൂം. അപ്പോൾ ഇതാണ് വാഷ്റൂം, അടിപൊളി സിംഗിൾ റൂമാണ്. എല്ലാ ബാച്ചിലേഴ്സിനും ഇങ്ങനത്തെ ഒരു ബാൽക്കണി ഉണ്ട്, അപ്പുറത്തെ ഒരു ബാൽക്കണി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പസ്. അങ്ങനെ നമ്മുടെ ലെക്ചർ ഹാൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ലെക്ചർ ഹാൾ. ഇവിടെ എല്ലാവരും സുഖസുന്ദരമായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന പഠിപ്പിസ്റ്റുകൾ. ഞാനും ഇവിടെ തന്നെയാണ് ഗൈസ്, എന്നെ ഇവിടെ പിടിച്ചിരുത്തി. ഇതാ ബാക്ക് ബെഞ്ചിലെ അലമ്പന്മാരെ ആണ് നമ്മൾ അടുത്ത് കാണുന്നത്. ഇതിലും വലിയ അലമ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കാണുന്നില്ലല്ലോ. സോ ദിസ് ഈസ് അവർ റെസ്പെക്റ്റഡ് സിയർ. He's sitting in the last seat, last row. This is from Badalpur. One and only. He only the guy who ditched us during our 0 trip. This is, everybody knows, our favorite Purush. This is the surgeon, great Indian surgeon, Swami sir. Indian fan. Dr. Shubham is very happy since India has won the ICC championship. Going to retire, Gopal sir. Always acting with the one and all Gautam.
After chilling from Pattaya, we back Vinod Solanki and Dr. Suresh. कुछ बात बोलिए. बोलने को शब्द कम बढ़ जाएंगे इसलिए कुछ बोलना नहीं He's चाहेंगे. always active in the group, always putting memes, stickers, and he's very tired after fasting. This is the one and only Bihar ka share. Prashant Gatia from Delete VR from आइए ना हमरा Bihar. बिहार में. Sure. ഇത് നമ്മുടെ NJP-ലെ സൈക്കാട്രിസ്റ്റ്. ഇത് എൻ്റെ ജൂനിയറാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ജൂനിയറാണ്. ഇത് നമ്മുടെ നെയ്ബറാണ് പെരുമ്പാവൂരിൽ നിന്നും. ഇത് ഡോക്ടർ സബാജ്. This is our Tamil gang. This is Talaivar. This is our another Talaivar. Talaivar. ஹாய் சொல்லுங்க. இவ்வளவு தானா? எங்க அஜிஸ்மே எங்க போச்சு? இதெல்லாம் போடுறது செட் ஆயிராது. வீணா ஐ எனக்கு. This is our Lavanya ma'am from South Central Railway. The Alipur Dwarka. This is Bihar Kangita Meena from Rajasthan. Yeah. Hey, Vijay Raj. You are posted in? You are posted in Rajasthan only. NCR. Okay. This is silent killer Rakesh. This is another Google ka bestie Prashant. And this is our most active person from NFR. There is our true Bengali Aryaman. Shubhankar Ghosh from Eastern Railway. You are 22 batch. Like if someone is experiencing something like expecting something like my last valedictory speech or foundation program, it's difficult, especially when it's been sketched out in the last 18 minutes or so. But still, I would like to stress on the fact that it's a very emotional point of our time for all of us right now. And even more importantly, back at our postings, in our normal lives, we have so much responsibilities that most of us aren't even probably processing this emotion. And the Vaijala between Gujjus and Rajasthanis in general, the Nalgonda technique, the endless doubts of Dr. Yashwant and Kriti, and the silent yet impactful presence of people like me, who I have not mentioned, only really members of this. Talking about our current nodal city, right? I must say the campus has become even more prettier. Staffs more hospitable, classes more informative and interactive, especially the external faculties who took classes in really unconventional and enjoyable manner. So as I have started my speech by saying that staying at the top is very difficult, I can tell that IRIFM has done that loud and proud. Taking into account that situation has become even more difficult, that it is also hosting IRMS B and IRMS A professionals now, only adds more credits to the efforts of IRIFM. At the end, I would like to say that we love this place partly because of the experience we ourselves provide to each other. And since both these components are coming together for the last time probably, let's carve a permanent frame of these experiences in our heart and move forward. Thank you all. During KG, the entire campus was lush green. Though we are become officers and posted in some places, we once again become like a hostel mates. We had a very fun time. We felt like more like a college students there. It was very painful to go and to our respective ministries. We would like to have a sincere request. These yearly ones or twice yearly consider a professional course for at least 1 week. हम पानी के बुलबुले हैं सतह पर आ ही जाते हैं. ये आप सब के लिए दोस्तों, हम पानी के बुलबुले हैं सतह पर आ ही जाते हैं. क्या ढाकोगे तुम नूर हमारा, क्या ढाकोगे तुम नूर हमारा. वो सितारे हैं तो दूर से नजर आते हैं. आदरणीय डीन सर, विश्वनाथ सर और मेरे प्यारे साथी, सभी को नमस्कार. कोई चीज पहली बार करते हैं तो एक्साइटमेंट होता है, डर होता है, बहुत कुछ होता है. पर जब दूसरी बार होती है वो चीज, तो है ना उसके साथ एक्सपेक्टेशंस जुड़ जाती है. वो एक्सपीरियंस को है ना मॉड्यूलेट करती है. That's why India felt like that. Yeah, I was feeling a little quite emotional, starting from my first batch, dropping in, coming with families and saying no. Yeah, medical requirements. Good. Over a period, some
I think this 3 batches we did. This is 3 batches foundation. Yeah, but we enjoyed your company. Really. We really miss you. Away from their home. Most of them, I think 90%. 90% are away from their home. So that part you have to mitigate slowly. I think maybe another few hundreds, I think we'll be reporting very soon. Medica will not be sufficient to train them. I don't know what is going to happen. So once they come, I think you will start getting relief. So wherever you people are there, start putting your request transfers. Keep sending. Okay? Okay? Anything from my side is required, don't hesitate. My course director wala word will still go anytime, late in the night, I'll respond. Okay? Call me anytime, even my requirement is. Okay? Come here. Sir, I'm here. So this is the Achyut. So he helped us a lot for arranging class and everything. Okay, say goodbye. How was our batch? Super, sir. Awesome. So ഇതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ DG മാമിൻ്റെ കൊട്ടാരം. ഇവിടെ ഫുള്ളും വനങ്ങളാൽ ചുറ്റപ്പെട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്.